നമസ്തേ, ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് നോക്കുന്നത്. തിരുവാതിര നക്ഷത്രക്കാരുടെ മലയാള വർഷം 1202 ആണ്ടിലെ നക്ഷത്രഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള കാലയളവിലേക്ക് നക്ഷത്രഫലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ സൈലേഷ് സാരംഗസ്വാമി, ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠം, ഹൈദരാബാദ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് മലയാള വർഷം പൊതുവിൽ മാറ്റങ്ങളുടെയും പുതിയ അവസരങ്ങളുടെയും ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതിൻ്റെയും വർഷമായിരിക്കും. കഴിഞ്ഞ കാലത്ത് നീണ്ടുപോയ ചില കാര്യങ്ങൾക്ക് ഈ വർഷം കാലക്രമേണ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിൽ ഏറെക്കാലമായി സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. എന്നാൽ ധൃതിയിൽ തീരുമാനങ്ങളെടുക്കാതെ കാര്യങ്ങൾ നല്ലതുപോലെ ആലോചിച്ച ശേഷം മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ ഗുണകരം. തൊഴിലും ഔദ്യോഗിക ജീവിതത്തെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ രംഗത്തെ തിരുവാതിരക്കാർക്ക് ഈ വർഷം പുതിയ ഉത്തരവാദിത്തങ്ങളും അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ തേടിയെത്താം. ഏറെക്കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനോ പുതിയ ചുമതലകൾക്കോ സാധ്യതയുമുണ്ട്. സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുകയും വ്യാപാര വികസനത്തിന് വഴി തുറക്കുകയും ചെയ്യാം. പങ്കാളിത്ത സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർ കരാറുകളും സാമ്പത്തിക ഇടപാടുകളും വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മാത്രം വിശ്വസിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ചിങ്ങം, കന്നി, തുലാമാസങ്ങളിൽ തൊഴിൽപരമായ ചില പ്രധാന തീരുമാനങ്ങൾ ഉണ്ടാവാം. വർഷത്തിൻ്റെ മധ്യത്തോടെ കാര്യങ്ങൾ കൂടുതൽ സ്ഥിരത അനുഭവപ്പെടും. ഇനിയും തിരുവാതിര നക്ഷത്രക്കാരുടെ വരും വർഷത്തെ സാമ്പത്തിക സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായി ഈ വർഷം വരുമാനത്തിലും ചെലവിലും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ ചില ചെലവുകൾ ഉണ്ടാവാം. വീട്, ഭൂമി, വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾ